നമ്മുടെ വാവയെ കാണാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അവരെത്തിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് അവർ വന്നതാണ് കേട്ടോ. വാവയെ കാണാൻ വേണ്ടിയിട്ട് അവർ ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു. അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടും വാവയ്ക്ക് വേണ്ടിയിട്ടും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും. ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ മമ്മീനെ വിളിച്ചിട്ട് കുഞ്ഞാവിനെ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ടൊരു കാപ്പി കുടിക്കുന്ന നേരത്തെ അവർ വന്നത്. അപ്പോൾ നമ്മൾ നല്ല ഇന്ത്യൻ ടീ ഉണ്ടാക്കി കൊടുത്തു. അപ്പ നന്നായിട്ട് കുക്ക് ചെയ്യുവേ. അപ്പോൾ അപ്പയുടെ സ്പെഷ്യൽ ഇന്ത്യൻ ടീ കൊടുത്തു. മമ്മിക്കും പപ്പയ്ക്കും ഒത്തിരി ഇഷ്ടമായി. പപ്പയ്ക്ക് ഷുഗർ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പയ്ക്ക് മധുരമില്ലാതെ കൊടുത്തത്. അതുപോലെ തന്നെ മമ്മിക്ക് അത്യാവശ്യം മധുരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു. അവർ വന്ന സമയത്ത് എൻ്റെ അനിയത്തിയാണെങ്കിൽ നാട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് അവർ സംസാരിക്കുവാണ്. കുറേ നാൾ കൂടി അനിയത്തിനെ കാണുന്നത്. അപ്പോൾ അവളുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് മമ്മി. എൻ്റെ അനിയത്തിയാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് വാവേനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയും വിളിക്കുമ്പോഴൊക്കെ അവൾക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി എന്നാ കാണുന്നത്, നാട്ടിലോട്ട് എന്നാ വരുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പാടമ്മയുടെ മടിയിൽ അവൻ സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. മമ്മി ഇതേ അവിടെ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ പോലെ വാവുമാരുടെ ഗ്യാസ് കളയുന്നത് പുറമെ തട്ടിയല്ല ഇങ്ങനെ തടകി കൊടുത്തുകൊണ്ടാണ് ഇവർ ചെയ്യാറ്. അതിനുശേഷം ഫോട്ടോഷൂട്ടായിരുന്നു, അതായത് അവൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു. കാര്യമായിട്ട് അവൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ മമ്മി എടുക്കുന്നുണ്ട്. പിന്നെ അവരാണെങ്കിൽ ഒരുപാട് ബ്രൗണീസും അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡും മഷ്റൂം സൂപ്പൊക്കെ കൊണ്ടുവന്നു. എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം.